നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന മക്കൾ എപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് അവർക്ക് പഠിക്കാൻ വേണ്ടത്ര സമയം കിട്ടുന്നില്ല എന്നുള്ളത്. അതൊരു സത്യം തന്നെയാണ്. കാരണം പല സ്ഥാപനങ്ങളിലും ക്ലാസ്സുകൾ അവസാനിക്കുന്നത് വൈകിട്ട് 4-5 മണിക്കാണ്. ഈ ക്ലാസ്സസ് കഴിഞ്ഞ ശേഷം അവർ ഹോസ്റ്റലിലോട്ട് വേറൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ യാത്രയുണ്ടാവും. ഈ യാത്രയെല്ലാം കഴിഞ്ഞ് വളരെയധികം ടയേർഡായിട്ട് വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ കുട്ടികൾ പഠിക്കാനിരിക്കുന്നുണ്ടാവുക. ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ തീരെ സമയമില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ഇവിടെയാണ് ഡീനയുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നത്. ഞങ്ങളുടെ മക്കൾ റെസിഡൻഷ്യൽ ബാച്ചിലുള്ള കുട്ടികൾ രാവിലെ 6 മണിക്കാണ് സ്റ്റഡി ഹാളിലോട്ട് കയറുന്നത്. ഫസ്റ്റ് സ്റ്റഡി സെഷനും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം 7:30ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉച്ച 1:30 വരെയാണ് ക്ലാസ് പോകുന്നുണ്ടാവുക. ഈ ക്ലാസ്സിന് ശേഷം ഒരു ബ്രേക്കിന് ശേഷം സാറുമാർ കൂടെ ഇരുന്നിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസോട് കൂടിയാണ് കുട്ടികൾ അവരുടെ രണ്ടാമത്തെ സ്റ്റഡി സെഷനോട്ട് പോകുന്നത്. ഈ സ്റ്റഡി സെഷൻ ബ്രേക്കിലെല്ലാം കഴിഞ്ഞ് രാത്രി 10-11 മണി വരെ ഈ സ്റ്റഡി സെഷൻ നികളും. സോ ഒരു ക്ലാസ്സിലൊരു ദിവസം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് 8 മണിക്കൂർ ശരാശരി പഠിക്കാനുണ്ടാവും. ഇനി ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റഡി അവർ 14-15 മണിക്കൂർ വരെ പോയേക്കാം. ഇങ്ങനെ ഒരു കുട്ടിക്ക് പഠിക്കാൻ മാക്സിമം സമയം കൊടുക്കുന്ന, അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും അസിസ്റ്റൻസും ഫാക്കൽറ്റീസും കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് DNA ലേണിംഗ് ഉള്ളത്. മക്കളെ, നീറ്റ് 2027 ആണ് നിങ്ങൾ ലക്ഷ്യമെങ്കിൽ DNA ഈസ് യുവർ ചോയ്സ്. കോൺടാക്ട് മീ.